അത് നമ്മൾ ലൈവ് എടുക്കുന്നുണ്ട്. ഞാൻ ആ ലൈവ് ചെയ്തത് ഭയങ്കര ക്ലിയർ അല്ല, ക്ലാരിറ്റി. അങ്ങോട്ട് പോലെ നിൽക്കും. വേണ്ട, അപ്പൊ വെയിലൊക്കെ ആറട്ടെ. അവിടെ പാമ്പുണ്ട്. പേടിപ്പിക്കാനൊന്നുമില്ല, ചേരപ്പാമ്പ് അങ്ങോട്ട് ഇറങ്ങി പോകട്ടെ. പേടി അത് വേണ്ടാന്ന് ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കല്ലേ. ഞാൻ പറഞ്ഞ കുറച്ച് കഴിയുമ്പോ ഞാൻ തരാം. എന്ത് കുറച്ച് കഴിയട്ടെ. ആരാണ് ആമേ പറഞ്ഞാ കേക്കത്തില്ല. നിന്റെ തുടക്കാണോ? അവള് പറമ്പിലോട്ട് കേറാൻ പോണ. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ കേറണ്ടെന്ന് പറഞ്ഞതാണ്. അപ്പൊ അവൾക്ക് പോവാം. അമ്മ ചെല്ലു പോയിട്ടുള്ളു. ചെല്ലു. പോയി നല്ല അനുസരണ. ഒരു ചെറിയ തേങ്ങ വീണെടുക്കും, അത് എടുത്തിട്ട് വരണമായി പറയാം. എടുത്തോ. അയ്യേ വെള്ളക്കായാണോ? വെള്ളക്കായാണ്. ഞാൻ വിചാരിച്ച തേങ്ങ ആയിരിക്കും. ആ ചെറിയ അതാണ് വെള്ളക്ക. ആ ഉടക്കാണോ? ആ മൈസൂർ കപ്പ്. ആ ഹായ് ഹായ് മൈസൂർ കപ്പ്. അതെ ഇവിടെ ആയിട്ട് ഉടക്കാൻ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ പറഞ്ഞാൽ അനുസരിക്കൂല. പിന്നെ വേറെന്താണ് വിശേഷം? ഫാസില ഫിറോസെ എവിടെ പോയി? എടി നീ പോയോ? ഫാസി ക്രിക്കറ്റ് കളിക്കാൻ പറ്റില്ല. ആ അവിടെ ഉണ്ടോ? നീ അവിടെ തന്നെ നിന്നോ. നീ ഇപ്പഴൊന്നും പോണ്ട കേട്ടോ. അവിടെ നിന്നോ. നാളെ അവനോട് വരാൻ പറഞ്ഞിട്ടില്ലേ? അവൻ പറഞ്ഞായിരുന്നോ പള്ളിയിലെ കൊടുത്തു വിട്ടെന്ന്? പള്ളിയിൽ നിന്ന് കാർഡ്, വീട്ടിലുള്ളവരുടെ എല്ലാവരുടെ പേരൊക്കെ ചേർക്കാനായിട്ട് ഒരു കാർഡ് കൊടുത്തു വിട്ടിട്ടുണ്ട്. പറഞ്ഞോ? അവനോട് നാളെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ഫോട്ടോയും കൊണ്ട്. ഞാനിപ്പോ വെറുതെ വന്നിരുന്നപ്പോഴേക്കും ഒന്ന് നോക്കാന്ന് വിചാരിച്ച. വൈകിട്ടാണെങ്കിൽ റേഞ്ച് എന്ന് പറഞ്ഞ സാധനമേ ഉണ്ടാവത്തില്ല. രാവിലെ ഉണ്ടാവത്തില്ല, 4-5 മണി കഴിഞ്ഞാൽ ഉണ്ടാവില്ല. പിന്നെ ഞാൻ നോക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ട് നടന്നു നോക്കി, റേഞ്ചില്ല. പിന്നെ ഞാൻ ഇങ്ങനെ വെറുതെ വന്നിരുന്നപ്പോഴേക്കും നോക്കി, എന്നാ പിന്നെ ചുമ്മാ ഒന്ന് നോക്കാം റേഞ്ച് കിട്ടുമല്ലോ. റേഞ്ച് ഇല്ലാത്തത് ഞാൻ ലൈവ് വരാറേ ഇല്ലല്ലോ, കാരണം കുറേ നേരം ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് മടുപ്പാണ്. കാപ്പി കുടിച്ചോടി? അതെ കേക്കത്തില്ല. ചെറുതും കേൾക്കൂല, വലുതും കേൾക്കൂല. ഒറ്റ പറഞ്ഞു ചെറുതിനെ പിന്നെ പിടിച്ചിരുത്താം, വലുതുകളെ എന്തോ ചെയ്യും. കുഞ്ഞിപ്പിയ പിള്ളേര് പറഞ്ഞാൽ കേൾക്കത്തില്ല. ആ അവന്റെ വാട്സപ്പിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു.
ഒരു ചെറിയ ഒരു കാർഡ് തന്നിട്ടുണ്ട്. അതിനകത്ത് ഗ്രഹനാഥന്റെ പേരും പിന്നെ വീട്ടിലെ ആൾക്കാരുടെ പേരും മറ്റേ ഡേറ്റ് ഓഫ് ബർത്തും ID കാർഡ് ഉണ്ടെങ്കിൽ അതിന്റെ എല്ലാം കൂടെ വെച്ചിട്ട് കൊടുക്കാൻ പറഞ്ഞത്. റെവി പള്ളി ചെന്നപ്പോഴേക്കും കൊടുത്തു വിട്ടതാണ്. അപ്പൊ നമ്മുടെ കിട്ടി, റെവിയുടെ എഴുതി കൊടുത്തു, അവന്റെ എഴുതി കൊടുത്തു. അപ്പൊ അവൻ ഇന്നലെ വിളിച്ച് പറഞ്ഞായിരുന്നു, കാരണം അവന്റെ ഫോട്ടോ ഒട്ടിക്കണം അതിനകത്ത്. അപ്പൊ അങ്ങോട്ട് വരാം. അപ്പൊ അതവ പൂരിപ്പിച്ച് നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോഴേക്കും റെവി അങ്ങോട്ട് കൂട്ടി കൊടുത്തു. അവന് പോകാൻ പറ്റില്ലല്ലോ. ശരി ശരി, ഓക്കെ ഓക്കെ ഓക്കെ, അത് കുഴപ്പമില്ലടി. പിന്നെ വേറെ എന്താ? കാപ്പി കുടിച്ചോ? പിള്ളേരെന്ത് ചെയ്യും? പിള്ളേരെന്ത് ചെയ്യും? ഉറങ്ങുവാണോ? പോയി കളിക്കുന്നു. എപ്പോഴാ കല കുത്തി പറ്റുന്ന പറയാൻ പറ്റില്ലല്ലോ. ഉറങ്ങൂലേ? ഉറക്കമില്ലേ ഉച്ചക്ക്? ഇനിയിപ്പോ സ്കൂള് തുറക്കുമല്ലോ. ഇതാണോ ഉച്ച? സപ്പുക്ക് ഇതാണോ ഉച്ചയെന്ന്? 3:45 ഇതാണ് ഉച്ചയെന്ന്. കാപ്പി കുടിച്ചോടി? ഉച്ചക്ക് ഉറങ്ങും. അപ്പൊ പിള്ളേരോ? ബേബീസ് ഉറങ്ങില്ല. സപ്പു എങ്ങോട്ടാ സപ്പു ഈ പോകുന്നത്? ഇപ്പൊ ഉണ്ടല്ലേ? അപ്പൊ ഈ സമയത്ത് വന്നാ മതി. എന്നാന്ന് പറയട്ടെ, 4:45 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റേഞ്ച് ഇല്ല. ഞാൻ എന്നിട്ട് അവിടെ കൊണ്ടുപോയി നോക്കും, ഇവിടെ കൊണ്ടുപോയി നോക്കും, അത് കഴിഞ്ഞ് വെളിയിൽ കൊണ്ടുപോയി നോക്കും, എവിടെ നോക്കിയിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ ലൈവില് പോകണ്ട, കാരണം റേഞ്ച് ഇല്ലാതെ ഇതുകൊണ്ട് നടക്കുന്ന എന്നത്തിനാ. അപ്പൊ ഇപ്പൊ ഒന്ന് വെറുതെ ഇങ്ങനെ വന്നിട്ടപ്പോ ഞാൻ പറഞ്ഞ അന്നത്തിന്റെ ഒന്ന് നോക്കാം കിട്ടുമോന്ന്. എന്തോ റേഞ്ച് ഉണ്ട്. സപ്പുവിനെ കാണിക്കാൻ ഇവിടെ വാ. സപ്പു കിട്ടിയ അവസരം പാഴാക്കാതെ കമ്പും പോലും എടുത്ത് ഇറങ്ങി. കാണൂലടി നിന്നെ. ഇങ്ങനെ കാണിക്കും. ഈ വെള്ളക്കെ എടുക്കാനാണ് ഈ വഴക്ക് കൂടിയത്. അതാ പറമ്പിൽ കിടക്കുക കാട്ടിക്കറി എടുക്കാനായിട്ട്. കളിക്കുന്നു. മാമിയോട് ഉണ്ട്, ഒന്നും മാമി മെസ്സേജ്. കാപ്പ് കുടിച്ചു ചോദിച്ചു. നല്ല കാറ്റുണ്ടല്ലേ? ഇതെന്താണ് ഒന്ന് ലൈവില് കയറിക്കോട്ടെന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നത്. റേഞ്ച് അങ്ങനെ തന്നെ അങ്ങ് നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ റേഞ്ച് ഉണ്ടാവില്ല, കട്ടായി എപ്പോഴും പോകും. പിന്നെ വീണ്ടും ഡൗൺലോഡ് ആക്കി എടുക്കും, വീണ്ടും കട്ടാവും. പിന്നെ എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ ഓഫ് ആക്കിയിട്ട് പോകും. അതെവിടെയെങ്കിലും കൊള്ളു. സത്യം ഒന്ന് മാറ്റി വെക്കാവോ? നീ അതങ്ങോട്ട് മാറ്റി വെച്ച്.
വിശേഷങ്ങൾ പറയാൻ. വിശേഷങ്ങൾ പ്രത്യേകിച്ച് ഇപ്പൊ എന്ത് വിശേഷം? വീട്ടിൽ തന്നെ ഇരിക്കണം. പിന്നെന്ത് വിശേഷം? വെക്കേഷന് മദ്രസയല്ലേ? മദ്രസയിൽ രാവിലെ പോവുക, ഉച്ചയ്ക്ക് വരിക, ഉച്ചയ്ക്ക് വന്ന് കഴിഞ്ഞാൽ കുറച്ചു നേരം ടി വി കാണുക, ടി വി കണ്ടു കഴിയുമ്പോഴേക്കും പോയി കിടന്ന് ഉറങ്ങും സപ്പു. അത് കഴിഞ്ഞിട്ട് മദ്രസയുടെ പഠിക്കും. അത് കഴിഞ്ഞ് പിന്നെ ദേ അങ്ങോട്ടും ഇങ്ങോട്ടും ദേ ഇങ്ങോട്ട് ഓട്ടമാണ്. ഞാൻ പിന്നെ പുറകെ ഓട്ടമാണ്. അത് തന്നെ വെക്കേഷൻ. പിന്നെ വണ്ടി കട്ടപ്പുറത്തായതുകൊണ്ട് പിന്നെ പുറത്തോട്ട് ഇറങ്ങേണ്ടി വന്നില്ല. അത് കിട്ടി, വണ്ടി ഞാൻ കിട്ടി. ഹസ്ബൻഡിന്റെ ഞായറാഴ്ച ഉള്ള വണ്ടി ഇപ്പൊ 3 ആഴ്ചയായില്ലേ വണ്ടി കാര്യം. അങ്ങനെ ന്യൂ ഇയറിന് കേക്ക് കിട്ടിയതാ. ഞങ്ങള് കേക്ക് കിട്ടിയ വീഡിയോ ഇല്ലേ, കണ്ടായിരുന്നോ? ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ടോ? പോയി. എന്താണാവോ സപ്പു ഇന്ന് റേഞ്ച് കിട്ടണതെന്നാ ഞാൻ അല്ലെന്ന്. സാധാരണ നമുക്ക് റേഞ്ച് കിട്ടാത്തത് നമുക്ക് ലൈവില് എടുക്കാൻ പറ്റണില്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ ലൈവില് കേറണ്ടെന്ന് വിചാരിച്ചിട്ട് ഓണാക്കിയതാണ്. അപ്പോഴേക്കുമാണ് നല്ല ഇത് കിട്ടുന്നുണ്ട്. ഇടയ്ക്ക് കട്ടായി, പക്ഷെ പിന്നെ വീണ്ടും വന്നു. അത് കളയ സപ്പു. ആരാണ് പോകാൻ വരിക? പോകാൻ പാസിയാണോ? പോകുന്നുണ്ട്, വരുന്നുണ്ട്, പോകുന്നുണ്ട്, വരുന്നുണ്ട്. അപ്പൊ ആ പാദസരം എടുത്തിട്ടുണ്ടെങ്കിൽ കാലിൽ കൊള്ളണില്ല. ഇതപ്പോ പാദസരം കിടക്കുന്നത് കണ്ണയ്ക്ക് മുന്നില്ല. അതിന്റെ കൊളുത്ത് കുത്തിക്കൊള്ളുന്നില്ലേ? എന്തായാലും നല്ല കാറ്റുണ്ട്. സപ്പു ഇത് ഉദ്ദേശിച്ചോണ്ടാ സപ്പു. സപ്പു കിട്ടിയ അവസരം പാഴാക്കാതെ അങ്ങ് എടുത്തോളുവാ. നീ കൊണ്ടുവച്ച സാധനം അതങ്ങ് പോകും കേട്ടോ. ഇനി ആ ബോളിൽ തെന്നി അടിച്ച് കളിച്ചങ്ങോട്ട് വീണ് അന്ന് ഓടി വീണ് കൈ ഒടിഞ്ഞ പോവലെ പോലെ നീ കേട്ടോ. ഒടിഞ്ഞ ഓർമ്മയുണ്ടോ? കൊണ്ടുവച്ചേ അവിടെ കിടക്കുള്ളൂ, ഞാൻ എടുക്കൂല. നീ അത് താഴെ വെക്ക്. താഴെ വെച്ചിട്ട് ഇങ്ങനെ തട്ടി കളിക്ക്. അതിങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ അടിക്കാൻ പറ്റൂല. അങ്ങനെ നല്ലതായിട്ട് മോള് വലിയ മോളത്തെ കയ്യിൽ വെച്ചിട്ട് കമ്പോട് നടന്നൊക്കെ പറ്റുമോ നിനക്ക്? ഹോക്കി കളിക്കാൻ വിചാരിച്ചാൽ മതി. നീ ആ താഴെ കൊണ്ടുവച്ചിട്ട് ആ വെയിലില്ലാത്ത വെച്ചിട്ട് ഇങ്ങോട്ട് തട്ട്. പയ്യെ തരണം, അല്ലെങ്കിൽ അത് അങ്ങ് പറഞ്ഞിപ്പോകും. അതിനകത്ത് ചവിട്ടിരുന്നു, എന്നാ പിന്നെ താഴ്ത്തുന്നു. പയ്യെ അങ്ങനെ തട്ടിക്കുന്നു. പണ്ടുള്ളവര് അങ്ങനെ കൊടുത്ത് നിന്നോട് ആരാ പറഞ്ഞത്? എവിടെ കണ്ടു? പണ്ടുള്ളവര്
എന്റെ സപ്പു എന്നോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കാല് കൊണ്ട് കാലിൽ തട്ടരുത് നോക്കിപ്പോ. പണ്ടുള്ളവർ ഒരു കമ്പം പിടിച്ചോണ്ട് നടക്കുന്നത് എനിക്കറിയാൻ പാടില്ല. പണ്ടുള്ളവരുടെ ഹോക്കി അങ്ങനെയാ. പണ്ടത്തെ ഹോക്കി ഇനി ഓടിക്കളിച്ച് ആ തലയെല്ലാം പെയർത്ത് അതെല്ലാം തലത്താന്ന് സ്കൂള് തുറക്കാറാകുമ്പോഴേക്കും അസുഖം പിടിപ്പിച്ച് കയറിയിരുന്നോ കേട്ടോ. അതിനത് എനിക്കറിയാം. സ്കൂള് തുറക്കാറായപ്പോ നീ അത് ശരിയാ. നിനക്ക് ഇത്ര ദിവസം കളിക്കണ്ട, നിനക്ക് സ്കൂള് തുറക്കാറായപ്പോഴാണോ കളിക്കാൻ അതാണ് കുഞ്ഞു പൂച്ച. കണ്ടില്ല അവിടെ ഇരിക്കണം, അല്ലെങ്കിൽ അപ്പൊ ഓടി നിന്ന് കിടക്കാൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പൊ ആറ്റൊക്കെ കൊണ്ടു കിടക്കും. ഫാദർ എവിടെ ഇരിക്കുന്നത്? ഫാദർ എവിടെ ഇരിക്കുന്നത്?
നല്ല കാറ്റുണ്ട് അവിടെ ഇരുന്നോ. ആരോ ലൈവിലുണ്ടല്ലോ, ആരാണോ? ഫാസി തന്നെയാണോ? ആരാണോ? ലൈക്ക് കൊടുത്ത് മെസ്സേജ് ഇടൂ, മെസ്സേജ് ഇടൂ, മെസ്സേജ് ഇടൂ, ലൈക്ക് കൊടുത്ത് മെസ്സേജ് ഇടൂ. ആരാണ്? എന്തുവാ ഒരു നീ എന്താണ് സത്യം എഴുതിക്കുന്നത്? ബാക്കി എനിക്ക് വരണം കേട്ടോ. കാരണം പറയല് കുറെ നേരമായിട്ട് ഞാൻ പറയുന്നു. എന്തിനാണ് അതിനെ കുറിച്ച് സംസാരിക്കുന്നത്? നീ എവിടെയെങ്കിലും വിറ്റ് തപ്പൂ.
ആ